നെക്സ്റ്റ് ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ സിസ്റ്റം സ്ട്രക്ചേഴ്സ് എന്നുള്ളത്. അതിൻ്റെ ഒരു സബ് ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ സിസ്റ്റം ഒരു ഓപ്പറേഷൻ. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ആണെങ്കിൽ, അതായത് സാധാ ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ ഒരു CPU ഉണ്ടാവും, പിന്നെ നമ്പർ ഓഫ് ഡിവൈസ് കൺട്രോളേഴ്സ് ഉണ്ടാവും. ഡിവൈസ് കൺട്രോളേഴ്സ് മീൻസ് അതായത് ഒരു CPU-ൽ പല ഡിവൈസസ് കണക്ട് ചെയ്യുമല്ലോ. അതായത് മൗസ്, കീബോർഡ്, പ്രിൻ്റർ, സ്കാനർ, അങ്ങനെയുള്ള പല ഡിവൈസസ് കൺട്രോൾ ചെയ്യും. അപ്പോൾ ആ ഡിവൈസസൊക്കെ എന്നെ കൺട്രോൾ ചെയ്യാനുള്ള എന്താണ് ഡിവൈസ് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കോമൺ ബസ്സിലാണ് കണക്ട് ചെയ്യുക. അത് ബസ് മീൻസ് ഈ CPU-ൻ്റെ കേസിലാണെങ്കിൽ ബസ് എന്ന് പറയുന്നത് കേബിളാണ്, കണക്ഷൻ കേബിളാണ്. സോ ഇതൊക്കെ അതിൻ്റെ ബസ് എന്നാണ് പറയുക. ഇതൊക്കെ ഒരു കോമൺ ഇതിലേക്കാണ്. അതായത് നിങ്ങൾ CPU-ൽ പ്രിൻ്ററും ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരു അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് പോർട്ട് ഉണ്ടാവും അല്ലേ. CPU-ൽ ഒരു ഇപ്പോൾ പെൻ ഡ്രൈവ് ഇതാക്കാനാണെങ്കിൽ ഒരു പോർട്ട് ഉണ്ടാവും. അപ്പോൾ അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ബസ്സിലേക്കാണ്, അതായത് ഒരു കേബിളിലായിരിക്കാണ് കണക്ട് ചെയ്യുന്നത്. അത് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഇതാണ് CPU ഡിസ്ക് കൺട്രോളർ. CPU കുറേ ഡിവൈസ് കൺട്രോളേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഡിസ്ക് കൺട്രോളർ മീൻസ് നമ്മുടെ ഡിസ്ക് മീൻസ് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടില്ലേ, അതെന്തിനാണ് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്ക് കൺട്രോളർ ഈ ഡിസ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഡിസ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പ്രിൻ്ററിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ഡ്രൈവ് കൺട്രോളർ. ടൈപ്പ് ഡ്രൈവ്സ് ഒന്നും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പെൻ ഡ്രൈവ് ആണെങ്കിൽ പെൻ ഡ്രൈവ് അതിനു വേണ്ടി കൺട്രോൾ ചെയ്യാൻ. ഇതൊക്കെ മെമ്മറി കൺട്രോൾ ചെയ്യുന്ന ഇതൊക്കെ ഈ ഷെയർഡ് മെമ്മറി ആക്സസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ മെമ്മറിയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അത് മെമ്മറീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി കൺട്രോളർ ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം കൂടി CPU-നാണെങ്കിലും ഡിസ്ക് കൺട്രോളറിനാണെങ്കിലും പ്രിൻ്ററിനാണെങ്കിലും ടൈപ്പ് ഡ്രൈവിനാണെങ്കിലും ഒറ്റൊരു മെമ്മറിയാണ്. ആ മെമ്മറീനെ എല്ലാവരും കൂടി ഷെയർ ചെയ്യാണ് ത്രൂ മെമ്മറി കൺട്രോളർ. അതാണ് പറയുന്നത് ഈ ഒരു സിസ്റ്റം സ്ട്രക്ചർ പറയുന്നത്. ഇനി ഓരോ ഡിവൈസ് കൺട്രോളറും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഡിവൈസിനെ കൺട്രോൾ ചെയ്യുക ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് CPU-നെയും ഡിവൈസ് കൺട്രോളേഴ്സും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അതായത് CPU റൺ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ഇനി നെക്സ്റ്റ് പറയുന്നത്, നമ്മൾ ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രൊസീജിയറാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറിന് എൻ്റെ മെമ്മറീസ് ഉണ്ട്. ആ മെമ്മറീസിൽ ഫസ്റ്റ് വൺ റാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്, പിന്നെ റോം ഉണ്ട്, റീഡ് ഓൺലി മെമ്മറി. അതാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ സെക്കൻഡറി മെമ്മറിയാണ് വരുന്നത്. അത് മീൻസ് ലാർജ് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ റാം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറി. അതായത് നമ്മൾ ഏതൊരു പ്രോഗ്രാം CPU-ൽ റണ്ണ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ആ പ്രോഗ്രാം റാമിലേക്ക് കൊണ്ടുവരണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, അത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് റാം യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റാം യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് റോം മീൻസ് റീഡ് ഓൺലി മെമ്മറിയാണ്. റാമിൻ്റെ ഇത് മീൻസ് നമ്മൾ പവർ ഓഫ് ചെയ്ത റാമിലെ കണ്ടൻസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം എറൈസായി പോവും, ഒന്നും ഉണ്ടാവില്ല. അതാണ് റാം. സെമി കണ്ടക്ടർ മെമ്മറിയാണ്. സോ അതിൽ മെമ്മറിയിൽ ഒന്നും ഉണ്ടാവില്ല. പവർ ഓഫ് ചെയ്താണ് റാം വളട്ടയിലാണ്. അതായത് പവർ ഓഫ് ചെയ്താൽ കണ്ടന്റ് റൈസായി പോകുന്നതിനെയാണ് വളട്ടയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റോം മീൻസ് റീഡ് ഓൺലി മെമ്മറി. റോമിൽ
നമ്മൾ പവർ ഓഫ് ചെയ്ത കണ്ടൻറ്റ് റൈസായി പോകുകയൊന്നും ചെയ്യില്ല. റോം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ യൂസേജാണ് പറയുന്നത്. അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ഇനീഷ്യലായിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം റൺ ചെയ്യണം. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ലോഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് റൺ ചെയ്യുന്ന പ്രോഗ്രാം ഏതാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് അല്ലേ? അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫസ്റ്റ് റൺ ചെയ്യേണ്ടത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റണ്ണ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു ഏതൊരു പ്രോഗ്രാമോ റണ്ണ് ചെയ്യണമെങ്കിൽ എന്താണ് അത് ഫസ്റ്റ് എവിടെ കൊണ്ടുവരണം? റാമിലേക്ക് കൊണ്ടുവരണം. ആ റാമിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അത് റണ്ണ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ഞാൻ പറഞ്ഞു റാം വളട്ടയിലാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ റാം വളട്ടയിലാണ്. സോ വളട്ടയിലായതുകൊണ്ട് തന്നെ റാമിലൊന്നും ഉണ്ടാവില്ല. സോ നമുക്ക് റാമിലേക്ക് എവിടെ നിന്നെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ഇതാക്കിയിട്ടില്ലെങ്കിലും പറ്റില്ലെങ്കിലും ഒരു പീസ് ഓഫ് ഒരു ഇനീഷ്യൽ പ്രോഗ്രാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ പ്രോഗ്രാം നമുക്ക് ലോഡ് ചെയ്യണം. ഇനീഷ്യൽ പ്രോഗ്രാം റൺ ചെയ്യണം അല്ലേ? അപ്പം അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കംപ്ലീറ്റ് അല്ലെങ്കിലും ഒരു ഇനീഷ്യൽ പ്രോഗ്രാം അതിന് പറയുന്നത് ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം ആണ്. അതൊരു സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. അത് സ്റ്റോർ ചെയ്യുന്നത് റോമിലാണ്. റോമിനെ നമുക്ക് ഫേംവെയർ എന്നും വിളിക്കാം. അപ്പം EEPROM റോമിലാണ് EEPROM എന്നും പറയാം. ഫേംവെയർ റോം EEPROM അത് റോമിൻ്റെ പല വേർഷൻ പല ടൈപ്സാണ് EEPROM. അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ തന്നെ ഉണ്ടാവും. അതിലാണ് ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ പ്രോഗ്രാം സേവ് ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ മെയിൻ ഇത് മീൻസ് ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമിൻ്റെ എന്താ മീൻസ് നമ്മൾ എല്ലാ സിസ്റ്റത്തിൻ്റെ എല്ലാത്തിനെയും ഇനീഷ്യലൈസ് ചെയ്യുക. അതായത് മെമ്മറീനെ ആണെങ്കിലും CPU രജിസ്റ്റേഴ്സ് മീൻസ് നമ്മൾ ഒരു കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ CPU മീൻസ് നമ്മൾ ആ വലിയ ബോക്സിലുള്ള സംഭവം കംപ്ലീറ്റ് CPU അല്ല. CPU മീൻസ് ആ ബോക്സിൽ നമ്മളൊരു ചിപ്പുണ്ട്, അതിനെയാണ് CPU എന്ന് പറയുന്നത്, അതായത് പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സറിന് അടുത്ത് തന്നെയുള്ള കുറച്ച് ഹൈ ഫാസ്റ്റ് മെമ്മറി, പ്രോസസ്സറിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈ ഫാസ്റ്റ് മെമ്മറിയാണ് എന്ത് പറയുന്നത്? ഡിവൈസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഹൈ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ CPUവിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ബട്ട് അത് ലിമിറ്റഡ് എമൗണ്ട് ആയിരിക്കും, കുറയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അത് ആ ഒരു ഹൈ ഫാസ്റ്റ് മെമ്മറിയാണ് നമ്മുടെ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് രജിസ്റ്റേഴ്സിനെ ആണെങ്കിലും മെമ്മറിനെ ആണെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ എല്ലാത്തിനെയും ഇനീഷ്യലൈസ് ചെയ്യുന്നത്, അതായത് അതിൽ ഇനീഷ്യൽ കണ്ടൻറ്റ് ചെയ്തു വെക്കുന്നത് ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമാണ്. പിന്നെ അതേപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമിന് എന്താക്കിയിരിക്കണം, എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യേണ്ടത്, എന്നിട്ട് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യണം, നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്താൽ മാത്രമേ, മെയിൻ മെമ്മറി മീൻസ് റാമിലേക്ക് ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊക്കെ ചെയ്യുന്നത് എന്താണ്, ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഒരു ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം എന്ത് ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം നമ്മുടെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ബാക്കി ആ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ലോഡ് ചെയ്ത് വരും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ പ്രോസസ്സ് റൺ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ്, അതായത് നമുക്കിപ്പം എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ അതൊരു ഇവൻ്റാണ്. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ചെയ്യണം എന്നുള്ളത് CPUവിനെ അറിയിക്കണം. സോ ആ പ്രിൻ്റ് ചെയ്യണം എന്നുള്ള ഇവൻ്റ് CPUവിനെ അറിയിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നൽസിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രപ്റ്റ്. ഹാർഡ്വെയർ ഇൻട്രപ്റ്റും ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റും ആവാം. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ആണ് ഞാനിപ്പം പറഞ്ഞത്, CPUവിനെ ഇത് പ്രിൻ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് മീൻസ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അതേപോലെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിന് CPUവിനെ ഒന്ന് ഇൻഫോം ചെയ്യണം. അതിന് എന്ത് പറയും, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്. ഹാർഡ്വെയറിന് എപ്പോഴും വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു ഇൻട്രപ്റ്റ്
റൈസ് ചെയ്യാം. ഇൻട്രപ്റ്റ് റൈസ് ചെയ്യാം മീൻസ് അതിന് എന്തെങ്കിലും ഇവൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന ഒരു സിഗ്നൽ എന്ത് ചെയ്യണം, CPU-ന് സെൻഡ് ചെയ്യണം. അത് യൂസിങ് സിസ്റ്റം ബസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സിസ്റ്റം ബസ് മീൻസ് നമ്മൾ ആ ഹാർഡ്വെയറിനെയും CPU-നെയൊക്കെ കണക്ട് ചെയ്യുന്ന കേബിളിനെയാണ് സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ഒരു എന്തെങ്കിലും ഇവൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇൻട്രപ്റ്റ് സോഫ്റ്റ്വെയറിന് റൈസ് ചെയ്യണം. അപ്പോൾ സോഫ്റ്റ്വെയർ അങ്ങനെ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഒരു സിസ്റ്റം കോൾ എന്ന് പറയുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ വഴിയാണ്, അല്ലെങ്കിൽ മോണിറ്റർ കോൾ എന്നും പറയും. അല്ലാതെ സിഗ്നൽസ് വഴിയല്ല, സിസ്റ്റം ബസ് വെച്ച് സിഗ്നൽസ് വഴിയല്ല. ഒന്നിക്ക് ഒരു സിസ്റ്റം കോൾ എന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മോണിറ്റർ കോൾ എന്നും കൂടി പറയും. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ആ ഇവൻറ്റ് ചെയ്ത് കിട്ടും. എല്ലാം മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻട്രപ്റ്റ് ഡ്രിവൺ ആണ്. അതായത് എല്ലാം ഇൻട്രപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ CPU എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ വേറെ ഏതെങ്കിലും ഹാർഡ്വെയറിനോ സോഫ്റ്റ്വെയറിനോ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ CPU-ന് ഹാർഡ്വെയർ ആണെങ്കിൽ ഇൻട്രപ്റ്റ് സിഗ്നൽ അയക്കും, സോഫ്റ്റ്വെയർ ആണെങ്കിൽ സിസ്റ്റം കോൾ ചെയ്യും, എന്നിട്ട് പറയും നമുക്കിത് ചെയ്യാനുണ്ട്. അപ്പോൾ CPU പറയും CPU-ന് പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യാം, CPU-ൻ്റെ കൺട്രോള് അതിലേക്ക് ആ ഇൻട്രപ്റ്റിലേക്ക് പോകും. അപ്പോൾ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇൻട്രപ്റ്റ് ഡ്രിവൺ ആണ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഒരു IO ഡിവൈസ് മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, അതായത് പ്രിൻ്റർ, മൗസ്, കീബോർഡ്, അങ്ങനെ ഒന്നിനും സർവീസ് ചെയ്യുന്നു വേണ്ട. പിന്നെ യൂസേഴ്സ് ഒന്നും ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും, അത് ഐഡിയലായിരിക്കും, ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. എന്നിട്ട് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും എന്തെങ്കിലും ഇൻട്രപ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻട്രപ്റ്റ് ഇവൻസ്, ഇപ്പോൾ ഞാനൊരു കീബോർഡിൽ നിന്ന് കീ പ്രസ് ചെയ്യുക, അതൊരു ഇൻട്രപ്റ്റാണ്. അപ്പോൾ അത് എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് അയക്കും ഇൻട്രപ്റ്റ്. അതാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ട്രാപ്പ് എന്ന് വെച്ചാൽ എക്സെപ്ഷൻ എന്നും കൂടി പറയും. അതൊരു സോഫ്റ്റ്വെയർ ജനറേറ്റഡ് ഇൻട്രപ്റ്റ് ആണ്. അത് ഏത് കണ്ടീഷനിലാണ് റൈസ് ചെയ്യുന്നത് മീൻസ് എന്തെങ്കിലും എറർ കണ്ടീഷൻ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവാലിഡ് അല്ലാത്ത മെമ്മറി ആക്സസ് ചെയ്യാൻ നോക്കി, അങ്ങനെയുള്ള കേസിലൊക്കെ എറർ കേസിൽ വരുന്നതാണ് ട്രാപ്പ്. ഇനി ഓരോ ഇൻട്രപ്റ്റിനും ഒരു സെപ്പറേറ്റ് സെഗ്മെൻ്റ് ഉണ്ടാവും, സെഗ്മെൻറ്റ് ഓഫ് കോഡ്. അപ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് ഇൻട്രപ്റ്റിന്, ഇപ്പോൾ സപ്പോസ് എനിക്ക് പ്രിൻ്ററാണ് പ്രിൻ്റ് ചെയ്യണം, അതിന് ഒരു കോഡ് ഉണ്ടാവും. ആ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് പ്രിൻ്റ് എന്ന് പറയുന്ന ആക്ഷൻ നടക്കുക. അപ്പോൾ ഓരോ ഇൻട്രപ്റ്റിനും സെപ്പറേറ്റ് സെഗ്മെൻറ്റ് ഓഫ് കോഡ് ഉണ്ടാവും. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക, എന്നിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് അതിന് പറയുന്നതാണ്, ആ സെപ്പറേറ്റ് സെഗ്മെൻറ്റ് ഓഫ് കോഡിനെ പറയുന്നതാണ് ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ എന്നാണ് ആ സെപ്പറേറ്റ് കോഡിനെ പറയുന്നത്. അതാണ് ഇൻട്രപ്റ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ റൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇൻട്രപ്റ്റ് നമുക്ക് ചെയ്തു വരുന്നത്. അതായത് ഇപ്പോൾ പ്രിൻ്റ് ചെയ്യാന്നുള്ള ജോലി ആ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ റൺ ചെയ്യുമ്പോൾ പ്രിൻ്റ് ചെയ്ത് വരും. അപ്പോൾ ഇനി ഒരു CPU ഇൻട്രപ്റ്റഡ് ആണ്. അതായത് ഇപ്പോൾ സപ്പോസ് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്, ഏതെങ്കിലും ഒരു IO ഡിവൈസിന് ചെയ്യാനുണ്ട്. ഇപ്പോൾ പ്രിൻറ്റിൻ്റെ കേസിൽ തന്നെ പ്രിൻ്ററിന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, CPU-നോട് പറയും എനിക്ക് പ്രിൻ്റ് ചെയ്യണം എന്നുള്ള കാര്യം, അയാൾ സിഗ്നൽ അയക്കും. അപ്പോൾ എന്ത് ചെയ്യും, CPU സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ CPU ഇൻട്രപ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ CPU-ൻ്റെ എക്സിക്യൂഷൻ ഒരു ഫിക്സ്ഡ് ലൊക്കേഷനിലേക്ക് മാറും. ആ ഫിക്സ്ഡ് ലൊക്കേഷനിൽ എന്താ ഉണ്ടാവുക, ഒരു നമ്മുടെ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ ഉണ്ട്. ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീനിലാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കോഡുള്ളത്. അപ്പോൾ ആ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് ഈ ഫിക്സ്ഡ് ലൊക്കേഷനിൽ ഉണ്ടാവുക, ഫിക്സ്ഡ് മെമ്മറിയിൽ ഉണ്ടാവുക. അപ്പോൾ ആ CPU ആ ഫിക്സ്ഡ് മെമ്മറിയിലേക്ക് പോകും. എന്നിട്ട് ആ ഫിക്സ്ഡ് മെമ്മറിയിലേക്ക് പോയിട്ട് ആ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് പിക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇൻട്രപ്റ്റ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി
ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിംഗ് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി പി യു എന്ത് ചെയ്യും, അത് തിരിച്ച് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് റെസ്യൂം ചെയ്യും. അതായത് തിരിച്ച് അതെവിടെയാണോ നിർത്തിവെച്ചത് അവിടെ മുതൽ പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. ഇൻട്രപ്റ്റ്സ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറാണ്. എല്ലാ കമ്പ്യൂട്ടർ ഡിസൈനും ഇറ്റ്സ് ഓൺ ഇൻട്രപ്റ്റ് മെക്കാനിസം ഉണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഈ ഇൻട്രപ്റ്റ്, ഞാൻ പറഞ്ഞു ഒരു ഇൻട്രപ്റ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യും, ഇൻട്രപ്റ്റ് സി പി യു എന്താക്കും, ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിലേക്ക് പോകും. അവിടെയാണ് എന്താ ചെയ്തു വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതിന് മുന്നേ ഒരു ഫിക്സ്ഡ് ലൊക്കേഷനിലേക്ക് പോകും. അതിലാണ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് സേവ് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ കുറേയുള്ള ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ഉണ്ടാവും. അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് കുറേ പോയിൻറ്റേഴ്സായിട്ട് ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രപ്റ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ച് ഇൻട്രപ്റ്റൊക്കെ കഴിഞ്ഞു, അതിൻ്റെ എല്ലാം എക്സിക്യൂട്ട് കഴിഞ്ഞു, ഇനി തിരിച്ച് നമുക്ക് വരണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ തിരിച്ച് എവിടെയാണ് സി പി യു മുന്നേ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻട്രപ്റ്റ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ എവിടെയാണ് സി പി യു നിർത്തിവെച്ചത് എന്നുള്ളത്, അതായത് നമ്മൾ ഒരു ഇൻട്രപ്റ്റ് വിളിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സി പി യു എവിടെയാണോ നിർത്തിവെച്ചത് അവിടെ മുതൽ പിന്നെ റെസ്യൂം ചെയ്യണം. അതായത് പിന്നെ സ്റ്റാർട്ട് ചെയ്യണം സി പി യുവിന്. സോ ആ ഒരു ലൊക്കേഷൻ എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെച്ചിരിക്കണം. ഒരു ഇൻട്രപ്റ്റിൻ്റെ ടൈം ലൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ സി പി യു ഉണ്ട്. സി പി യു ഫസ്റ്റ് സ്റ്റേജിൽ യൂസർ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാണ്. ഇവിടെ എന്താണ്, യൂസർ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ യൂസർ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ യൂസർ പ്രോസസ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. യൂസർ പ്രോസസ്സ് എക്സിക്യൂട്ട് ഇത് ഇവിടെ ഹൈ ആയിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ യൂസർ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സി പി യു യൂസർ പ്രോസസ്സ് റൺ ചെയ്ത് ഇത്ര എത്തിയപ്പോഴേക്കും ഇവിടെ ഒരു IO ഡിവൈസ് ഉണ്ട്. IO ഡിവൈസ് മീൻസ് പ്രിൻ്ററോ ഡിസ്കോ അങ്ങനെയുള്ള ഡിവൈസ്, അതിനെന്തോ ചെയ്യാനുണ്ട്. ഇപ്പോൾ പ്രിൻ്റർ ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു IO റിക്വസ്റ്റ് വന്ന്, അപ്പോൾ എന്ത് ചെയ്യും, സി പി യു കറണ്ട് എന്താണോ ചെയ്യുന്നത് അതവിടെ നിർത്തി വെച്ചിട്ട് IO റിക്വസ്റ്റ് എടുത്ത് അത് റൺ ചെയ്യും. അതാണ് ഇവിടെ ലോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്, ഇവിടെ IO റിക്വസ്റ്റ്. അപ്പോൾ ഇത്രയും പോർഷനിൽ സി പി യു എന്ത് ചെയ്യും, IO റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ IO റിക്വസ്റ്റ് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ. ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ആ പ്രിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി. എന്തൊക്കെയാണോ പ്രിൻറ്റ് ചെയ്യാനുള്ള അതൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയി. ഇനി എന്തെങ്കിലും മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ആ മെമ്മറി റൈറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി. ട്രാൻസ്ഫർ ഡൺ എന്ന് പറഞ്ഞ് ഇവിടെ സി പി യു, അപ്പോൾ സി പി യു എന്ത് ചെയ്യും, അതിൻ്റെ സി പി യു കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഇത് വരുന്നത് മീൻസ് സി പി യു ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് തന്നെ സി പി യു ഇവിടം വരെ ഒരു യൂസർ പ്രോസസ്സ് റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അവിടം വരെ യൂസർ പ്രോസസ്സ് റൺ ചെയ്ത് ഇതിൻ്റെ എന്ത് വേണം, അതിന് ആ ഒരു അഡ്രസ്സൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഈ പ്രോസസ്സ് എവിടെയാണോ നിർത്തിവെച്ച് അതിൻ്റെ അഡ്രസ്സൊക്കെ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ അഡ്രസ്സൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടും അതിൻ്റെ സ്റ്റാറ്റസൊക്കെ ഇവിടെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എടുക്കണം സി പി യുവിന്. അതിനുള്ള ആ സ്മോൾ ടൈമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഫെച്ച് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യും, ആദ്യം യൂസർ പ്രോസസ്സ് എന്ത് ചെയ്യും, റൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടം വരെ യൂസർ പ്രോസസ്സ് റൺ ചെയ്തു. അപ്പോൾ IOന് ഒന്നും സി പി യുവിനെ കൊണ്ട് ആവശ്യമില്ല. IO എന്ത് ചെയ്യും, IO ഡിവൈസിന് എന്താ ചെയ്യാനുള്ള അത് IO ഡിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ ഹൈ ആയി കാണിച്ചിരിക്കുന്നത്. ഇവിടെ ലോ ആയി കാണിച്ചിരിക്കുന്നത് മീൻസ് അവിടെ IO ഡിവൈസിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ സി പി യുവിനാണ് ചെയ്യാനുള്ള. അപ്പോൾ സി പി യുവിൽ ഇൻട്രപ്റ്റ് പോകും. അപ്പോൾ ഇവിടെ IO ഡിവൈസിന് തന്നെയാണ് ചെയ്യാനുള്ള. സി പി യുവിലേക്കൊന്നും സി പി യുവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് സി പി യുവിലേക്ക് പോകുന്ന സിഗ്നലിനെയാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. സോ ഒന്നും ഇവിടെ വരെ ചെയ്യാനില്ല. ഇനി നെക്സ്റ്റ് ഇവിടെ എത്തുമ്പോൾ ഒരു IO റിക്വസ്റ്റ് ആദ്യം പോകും. അപ്പോൾ IO റിക്വസ്റ്റ് പോകുമ്പോൾ എന്ത് ചെയ്യും, സി പി യു എന്ത് ചെയ്യും, സി പി യു ഇവിടെ വെച്ച് എന്ത് ചെയ്യും, ആ യൂസർ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും, ആ IO പ്രോസസ്സ് ഇവിടെ IO ഡിവൈസിൻ്റെ എക്സിക്യൂഷൻ ഇൻട്രപ്റ്റിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സി പി യു ഇൻട്രപ്റ്റ് ചെയ്യുമ്പോൾ ഈ IO ഡിവൈസ് ഐഡിയലായിരിക്കും, ഒന്നും ചെയ്യാനുണ്ടാവില്ല. സോ ഇവിടം വരെ IO ഡിവൈസ് ഐഡിയലായി. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ് ചെയ്തു, ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്ത് ചെയ്യും, സി പി യു ഇവിടെ എത്തി. സി പി യുവിന് എന്ത് ചെയ്യണം, റിട്ടേൺ അഡ്രസ്സ് ഇവിടെ
യൂസ് ഓഫ് പ്രോസസ്സ് ഇവിടെ വരെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ അഡ്രസ്സൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ റിട്ടേൺ അഡ്രസ്സൊക്കെ കിട്ടണം. ആ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിനുള്ള സ്മോൾ ടൈമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ വരെയുള്ള സ്മോൾ ടൈമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അത് യൂസ് ഓഫ് പ്രോസസ്സിനെ റൺ ചെയ്യും. ഇവിടെ IO ഡിവൈസിൻ്റെ എന്താ ഡ്യൂട്ടീസ് ഉള്ള അത് കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇൻട്രപ്റ്റിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്.